അച്ഛൻ പാർലമെന്റ് സുരക്ഷാ മന്ദിരത്തിൽ ജോലി ചെയ്തു. അമ്മ കാശ്മീർ സുരക്ഷാ സ്ക്വാഡിൽ. സഹോദരങ്ങൾ രണ്ടുപേരും കേരള പോലീസ് സ്ക്വാഡിലെ അംഗങ്ങൾ. പോലീസുകാർ പോലും സല്യൂട്ട് ചെയ്തിരുന്ന പോലീസ് നായ സാറ ഓർമ്മയായി. പോലീസ് കുടുംബത്തിലെ അംഗമായി കേരള പോലീസിലെത്തിയ സാറ എന്ന പോലീസ് നായയുടെ വിയോഗം പോലീസിന് തന്നെ തീരാ നഷ്ടമാണ്. റാങ്ക് ഉണ്ടായിരുന്ന കാലത്ത് DYSP റാങ്ക് വരെ എത്തിയതായിരുന്നു സാറ. വെഞ്ഞാറമൂട് ഡോഗ് സ്ക്വാഡിലെ 309 നമ്പർ ട്രാക്കർ സാറ എന്ന പോലീസ് നായ വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് വിടവാങ്ങിയത്. 8 വയസ്സായിരുന്നു. ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട ഗ്വാളിയാറിൽ ജനിച്ച സാറ BSFിൽ മികച്ച പരിശീലനം പൂർത്തിയാക്കിയിരുന്നു. 7 വർഷം മുൻപാണ് കേരള പോലീസിൻ്റെ ഭാഗമായത്. 3 ഗുഡ് സർവീസ് എൻട്രി ലഭിച്ചിട്ടുണ്ട്. ഒട്ടേറെ കേസുകൾ തെളിയിക്കുന്നതിൽ പ്രധാന പങ്കു വഹിച്ചിരുന്നു. ഏറെ ചർച്ച ചെയ്യപ്പെട്ട പോത്തൻകോട് കൊലപാതക കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ച പ്രധാന തെളിവ് കണ്ടെത്തിയത് സാറയായിരുന്നു. പോലീസ് സേനയിൽ ഭാഗമായതിനു ശേഷം സാറ ആദ്യം തെളിയിച്ച കേസായിരുന്നു അത്. പോത്തൻകോട് അയിരൂർപ്പാറ രാധാകൃഷ്ണൻ കൊലക്കേസിലെ പ്രതികളെ പിടികൂടാൻ സാറയുടെ സഹായം പോലീസിന് ഏറെ ഗുണം ചെയ്തിരുന്നു. അന്ന് കൊലക്കേസിലെ പ്രധാന തെളിവായ രക്തം പുരണ്ട വസ്ത്രവും പ്രതി ഉപയോഗിച്ച വെട്ടുകത്തിയും കണ്ടെടുക്കുവാൻ 2.5 കിലോമീറ്റർ ദൂരമാണ് സാറ മണം പിടിച്ച് സഞ്ചരിച്ചത്. സാറയുടെ ഈ സാമർഥ്യത്തിന് അന്ന് പോലീസ് റിവാർഡിന് ശുപാർശയും ചെയ്തിരുന്നു. പോത്തൻകോട് കൊലപാതകത്തിലെ പ്രതികളെ സാറയുടെ മികവിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ നിരീക്ഷണത്തിലായിരുന്നുവെങ്കിലും തെളിവ് കണ്ടെടുക്കുന്നതിൽ സാറ മികവ് കാട്ടിയതോടെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിയായ അനിലിൻ്റെ വീട്ടിൽ നിന്ന് തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തു. പോത്തൻകോട് അയിരൂപ്പാറ രാധാകൃഷ്ണന്റെ സുഹൃത്തുക്കളായിരുന്നു കേസിലെ പ്രതികൾ. ഇവർക്കെതിരെ മരിക്കുന്നതിനു മുൻപ് രാധാകൃഷ്ണൻ മൊഴി നൽകിയിരുന്നു. എന്നാൽ കേസിൽ തെളിവ് കണ്ടെത്താൻ ഏറെ സഹായിച്ചത് സാറയാണ്. ടെന്നീസ് പന്ത് കൊണ്ട് കളിക്കുന്നതായിരുന്നു സാറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം. തെളിവ് കണ്ടെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് കളിക്കാൻ നൽകും. അങ്ങനെയാണ് പോലീസ് നായകളെ പരിശീലിപ്പിക്കുന്നത്. വെഞ്ഞാറമൂട് പോലീസ് സേനയിലെ ഡോഗ്സ് ഹാൻഡിൽമാരായ ധനേഷ്, മനോജ് എന്നിവർക്കായിരുന്നു സാറയുടെ ചുമതലയുണ്ടായിരുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടത്തിയത്. വെഞ്ഞാറമൂട് പോലീസ് ക്വാർട്ടേഴ്സ് വളപ്പിലാണ് സംസ്കരിച്ചത്. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ, CI അനൂപ് കൃഷ്ണ എന്നിവരും ജില്ലയിലെ മറ്റ് ഡോഗ് സ്ക്വാഡിൽ വിഭാഗത്തിൽപ്പെട്ടവരും പരിശീലകരായവരും അന്തിമോപചാരം അർപ്പിച്ചു.